ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇല അപ്പമാണ്. അപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് ഞാൻ ഒരു 1/2 കിലോ മാവാണ് വാങ്ങിച്ചത്. അജ്മീറിൻ്റെ അപ്പം പൊടിയാണ് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞു വിട്ടതാണ് 1/2 കിലോ മതി. ഇവിടെ അംഗങ്ങളാരും ഇല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശിവരാത്രി ആയതുകൊണ്ട് സ്പെഷ്യലാണ്. ഞാൻ ശകലം ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട് ഈ വെള്ളത്തിൽ. ഒന്ന് മധുരം പിടിക്കാനായിട്ടാണ്. തിളച്ച വെള്ളമാണ്, ഒന്ന് ഞവിടാനായിട്ട്. പിന്നെ ഏലക്ക ഞാൻ ഇതിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നീട് ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഹസ്ബൻഡ് ശർക്കര എനിക്ക് എളുപ്പത്തിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നാണ്. ശർക്കര പൊടിയാണ് ഇത്. എന്തോ പറഞ്ഞ് നിനക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ വീണ്ടും പോയിട്ട് രണ്ടാമത് വാങ്ങിക്കൊണ്ടുവന്നാണ് ഈ ശർക്കര. എനിക്കിതാണ് ഇഷ്ടം. ഇത് എങ്ങനെയുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ പാകത്തിനുള്ള സാമഗ്രി ഉള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. 1/2 കിലോ മാവാണ് എടുത്തത്. ശർക്കര 1/2 കിലോ വാങ്ങിച്ചതിൽ ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം പൊടി ശർക്കരയും കൂടെ ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഞാൻ ചെത്തി വെച്ചിരിക്കുന്നത്. ഇത് തേങ്ങ. ഇത് വന്നിട്ട് ശർക്കര പൊടി വാങ്ങിയതാണ്. ഇതാണ് പൊടി ശർക്കര. വ്യത്യാസം നോക്കണേ. ഇത് തേങ്ങ അടിയിലിട്ടിട്ടുണ്ട്, മാവ്, തേങ്ങ, ശർക്കര ഇതിലും അതുപോലെ ഇട്ടിട്ടുണ്ട്. തേങ്ങ, അതിന് മീതെ ശർക്കര, ഇത് അതുപോലെ തന്നെ. ഇത് ആണ് സാധാരണ ഞാൻ ചിരണ്ടി ഉണ്ടാക്കിയ ശർക്കര. അതിൽ അടിയിൽ ആദ്യം തേങ്ങ വെച്ചിട്ടുണ്ട്, മാവിന് മീതെ തേങ്ങ, ശർക്കര. അത് കറുത്ത ശർക്കരയാണ്. ഇതിലും അധികം മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സാധാരണ നമ്മൾ കട്ടി ശർക്കര വാങ്ങിച്ച് ചുരണ്ടിയതാണ്. തേങ്ങ വെച്ചിട്ടാണ്, അതിന് മീതിയിട്ടാണ് ശർക്കര. ഞാൻ പാകമായി വരുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റും കൂടെ കഴിയുമ്പം പാകമാവും. ഇതാണ് എൻ്റെ ഇലയപ്പം. അപ്പോൾ വെന്ത് വരട്ടെ, കുറച്ചുകൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിതിനെ ഇളക്കി മാറ്റി വയ്ക്കാൻ പോകണം. വെന്ത് കാണുമെന്ന് തോന്നുന്നു, മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് സമയമായി വെച്ചിട്ട് പാകമായെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിതിറക്കി വെച്ചിട്ട് നോക്കാം. കാണിക്കാൻ വേണ്ടി എടുത്തത് ഏതാണ് ഞാൻ ഉണ്ടാക്കിയ ഇലയപ്പം. ഇങ്ങനെയാണെന്ന് അറിയില്ല, ഇനി കഴിച്ച് നോക്കിയാലേ അറിയാവൂ. ഒത്തിരി മധുരം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 2-3 വർഷമായി ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു ശിവരാത്രി ദിവസം ഉണ്ടാക്കിയിട്ട്. അതിന് ദൈവത്തോട് നന്ദി പറയണം. ഇത് റെഡിയായി വെന്തിട്ടുണ്ട്. 2 സൈഡും വെന്തെന്നാണ് തോന്നുന്നത്. 2 സൈഡും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നുണ്ടാക്കിയ ഇലയുടെ കറക്റ്റ് സമയം ദീപാരാധന